വയ്യ ദീപോട്ടാ. ആ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയില്ലേ. എന്റെ വീട്ടിൽ നിന്ന് ആരും സഹകരിക്കത്തില്ലെന്ന് അറിയാലോ. ഏതായാലും പ്രഗ്നന്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ മാമൻ ഇന്ന് വരാൻ നേരിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ. പിന്നെ മമ്മിയില്ലേ, മമ്മിയുടെ ആ എഴുത്തും കുന്തിട്ടിനൊക്കെ എന്തൊക്കെയോ കഥകളും കവിതകളും ഒക്കെ എഴുതുന്നുണ്ട്. അതിന്റെ പ്രകാശനം നാളെ. മന്ത്രിമാരൊക്കെ വരാന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് മാമൻ വരുന്ന കാരണം ഞാനും ഹാപ്പി, മമ്മിയുടെ പുസ്തകത്തിന്റെ ആ ഒരു കാര്യം കാരണം മമ്മി ഹാപ്പി. കുറച്ച് കഴിയുമ്പോ വരും. മാമൻ വരുമ്പോ ഞാൻ വിളിക്കാം. ശരി എന്നാ, ഓക്കെ. മാമ, എത്ര നാളായി മാമ കണ്ടിട്ട്. പല്ലേ പൊതഞ്ഞു പോയതാ. പിന്നെ അവളെ സുഖമായിട്ടിരിക്കുന്നോടി. ഇതെങ്ങനുണ്ട്? അല്ല, ഇതെന്തോ ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇത് എന്തോ ഇത് ഇവിടെ വരെ വരുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ വന്നു ഞാൻ നാണക്കേടല്ലേ മാമ? അയ്യോ, ഇതുപോലെ ഇല്ലാതെ വരുമ്പോഴേ നാണക്കേട്. നമ്മൾ അങ്ങനെ വരും. എന്തെന്നറിയാൻ കൂടി, നമ്മൾ ഇല്ലായ്മക്കാർ, നമ്മൾ പാവപ്പെട്ടവര്. പക്ഷെ നീ ഇപ്പൊ നിന്നെ കെട്ടിയ ചെറുക്കന്റെ വീട് ബംഗ്ലാവാണ്, അവര് കാശുകാരാണ്. അപ്പൊ നമ്മളെപ്പോഴും മോശക്കാരാവാൻ പാടില്ല. സാധാരണക്കാരെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ അപ്പുറത്ത് നമ്മുടെ മേരിയില്ലേടി, മേരിയുടെ ഇളയ ചെറുക്കന്റെ 2 റെയിൻ കോട്ട് കൂട്ടി തയ്ച്ച്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് ക്രിസ്മസ് വരുവാണെങ്കിൽ ക്രിസ്മസ് പപ്പാടെ ഇത് മേടിച്ച് മഞ്ഞളി മുക്കിയെടുക്കുന്നു. പക്ഷെ ഈ പ്രശ്നം കിട്ടിയല്ല, അങ്ങനെ എടുത്തത്. കൊച്ചെ ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണല്ലോ കൊച്ചെ. ഇവിടെ മൊത്തം വെള്ളക്കെട്ട്. പുതിയ ടൈൽ ഇട്ടേക്കുന്നു. ഓരോ സ്റ്റൈല് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ വെള്ളക്കെട്ടാന്ന് പറഞ്ഞ തുണിയെല്ലാം കൂടെ പൊക്കി പിടിച്ചേ. അതാണോ പറഞ്ഞു? പിന്നെ കുറെ നാൾ കൂടി കാണുമല്ലേ. നമ്മുടെ അയൽവക്കത്തൊക്കെ എന്തുകൊണ്ട് വിശേഷം? എന്തുവാ അയൽവക്കത്തെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ അപ്പുറത്തെ പിന്നെ മറ്റേ സർക്കാർ ആശുപത്രി ഇല്ലായിരുന്നു, അവിടെ പുതിയൊരു ലേഡി ഡോക്ടർ വന്നു. അത് പെണ്ണെന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോ എനിക്കറിയാവോ ഇതുപോലെ. ഞാൻ പിന്നെ കാണിച്ചില്ല. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ ജീന. അപ്പൊ ശാരദ ചേച്ചിക്ക് കുഴപ്പമില്ല. പക്ഷെ അവരുടെ അമ്മ ദാക്ഷാണി അമ്മയില്ലേ, അവർക്ക് അപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട്. കാരണം വലിവും ശ്വാസമുട്ടിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മെനഞ്ഞാന്ന് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നിലവിളി ഒച്ചയൊക്കെ. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ കാണാൻ ഈ ദാക്ഷാണി അമ്മ ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് നോർമലായി കിടക്കുക. അയ്യോ, നമ്മൾ നോക്കിക്കാൻ പറ്റും. ഞാൻ പെട്ടെന്ന് അനിയുടെ ഓട്ടോ വിളിച്ച് അതേ തട്ടി കയറ്റിയിട്ട് നേരെ പൊക്കോണ്ടിരുന്നപ്പോ ഇങ്ങനെ പോകും. അപ്പൊ അനി പുറമോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അണ്ണാ ഇത് പ്രശ്നമില്ല, കാരണം ഇപ്പൊ ഇച്ചിരി സീരിയസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴായി എനിക്കൊരു സമാധാനമായത്. പറഞ്ഞു ഞാൻ എന്തോരം ദൈവത്തെ വിളിച്ചെന്നറിയുമോ, അവിടുന്ന് നേരെ ആശുപത്രി കൊണ്ടുവന്ന് കയറ്റിയതും പെട്ടെന്ന് അങ്ങ് നോർമലായി അവർക്ക്. പിന്നെ ഞാൻ അതിലെ ഡോക്ടർ എന്തൊക്കെയാ ഇഞ്ചക്ഷൻ വെച്ചപ്പം ഇപ്പൊ ദൈവഭാഗ്യം എന്ന് പറയാലോ, ഇപ്പൊ ഇച്ചിരി സീരിയസ് ആയിട്ട് കിടക്കുക. അതാ ഒരു സമാധാനം. ഇപ്പൊ കുഴപ്പമില്ല, അവർ ചിരിച്ചായിട്ട് അവിടെ കിടന്നു. അവിടെ കിടക്കുകയല്ലേ പിടിച്ചുള്ള കേസിൽ. പിന്നെ കുറെ നാളോടി കാണുമല്ലേ. എന്തായാലും ഞാനേ ദീപകേട്ടന്റെ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അതല്ല, നമ്മൾ വരാതിരുന്നിട്ട് നിന്റെ അച്ഛനും അമ്മയെ പിണങ്ങിയിരിക്കുന്നു, വരാതിരിക്കുന്നത്. അപ്പൊ മാമനായ ഞാൻ ഇത്രയും ഡെമ്പിസ് അടിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പെണ്ണുങ്ങളല്ല സംസാരിക്കേണ്ടത്. ദീപകിന്റെ അച്ഛനോട് വരാൻ പറയും. ആണുങ്ങൾ സംശയം. അച്ഛൻ നേരത്തെ പോയി. ഇവിടെ പോയി മരിച്ച മേലോട്ട് പോയി. പിന്നെ എല്ലാരും ബാക്കി മരിച്ചു കഴിഞ്ഞാൽ മേലോട്ടല്ല, പിന്നെ അയൽവക്കത്തെ വീട്ടിലോട്ടാണല്ലോ ചെന്ന് കയറുന്നത്. അതാണോ പറഞ്ഞത്? ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ മമ്മിയാ നോക്കുന്നത്. ഞാൻ മമ്മിയെ വിളിക്കാം. മമ്മി, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഓടുക. Why should that me? Why should that me? നാളെയാണ് അടുത്തത് ലഗ്നി. The press not career diversity thing. Why. ഇവര് ഭയങ്കര പണക്കാരല്ലേ. എങ്ങനെ മനസ്സിലായി? സംസാരിക്കണ പോമറേനും പട്ടിയൊക്കെ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓ, നാടനാ. മാമിയോ ഇതോ? അതൊരു കാര്യം പേപ്പറിൽ എഴുതി വെച്ചിട്ടേ ഉള്ളൂ കഥകൾ. നാളെ മീറ്റിംഗ് നടക്കുമ്പോൾ മന്ത്രിമാരും MLA മാരും വരും. ഞാനിത് പേപ്പർ മാത്രമേ കഥയായിട്ട് കാണിക്കൂ. മറ്റന്നാൾ മാത്രമേ പ്രിന്റ് അടിച്ച് പുസ്തകം കൊണ്ടുവരുള്ളൂ, അറിയാലോ. ഓക്കെ. കടിക്കുവെല്ലാം ചെയ്യുമെന്തോ? ഉപദ്രവിക്കത്തില്ല. പാവച്ചാരാ? അയ്യോ, അത് ആരും വെച്ചല്ല. ഇത് നമ്മക്കുള്ള ജന്മന. എന്തെന്നെ പാവച്ച ആരാന്ന് ചോദിച്ചാ അത് തന്നെയല്ലേ. നിങ്ങളാ കടന്ന് വാവച്ച, ഞാനല്ല വാവച്ച. അതാണോ ഞാൻ പറഞ്ഞത്? ഇതാരാ വാവച്ചേ? ഓമന. അവിടെ മാമനാ. അല്ലെങ്കിൽ എനിക്ക് ഡൗട്ടാവും. എന്നെ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അയ്യോ, ഇത് ശ്യാമള അമ്മ തങ്കച്ചി. 3 പേരൂടെ ഒറ്റടിക്ക് കൊണ്ടുവരുവാ. അതാ എന്റെ പേരാണ് ശ്യാമള അമ്മ തങ്കച്ചി. ഒരു കാര്യം ചെയ്യ്, മാമൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് പോവാ. അതാ വരും മര്യാദ. ഇതിനു മുമ്പ് എവിടെയോ വെച്ച് നല്ല പരിചയം. കോട്ടയം വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഞാൻ വിളിച്ചു, വന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യട്ടെ? അതാണോ? കോട്ടയത്ത് വന്നിട്ടുണ്ടോ? കോട്ടയത്ത് ഞാൻ വന്നിട്ടുണ്ടോ? കോട്ടയത്ത് ഞാൻ വരും. ഞാനും കോട്ടയത്ത് വരും. അത് ശരി. അക്ഷരങ്ങളുടെ നാടല്ലേ കോട്ടയം? അതെ. പുസ്തകത്തിന്റെ കാര്യങ്ങളായി നമ്മൾ കോട്ടയത്ത് വരും. പുസ്തകങ്ങൾ എടുക്കും, നമ്മൾ പഠിക്കും. പുസ്തകത്തിൽ എന്താ ഉള്ളത്? കുട്ടതകളായ ജീവിതം,
പാതാളമായ കവികൾ, അതെ. വരികളുടെ അന്തസ്സത്ത്, നമ്മൾ എല്ലാം പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ അറിവ് തേടുന്നത്. അതെ, അതെ, അതെ. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്ന് ഇവള് ഒളിച്ചോടിയ സമയത്ത് നമ്മൾ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ തമ്മിൽ എന്തോ ഈ ചാപ്പേച്ച ഉണ്ടായില്ലേ? ഈ ചാപ്പേച്ച ഉണ്ടായില്ലേ? മനസ്സിലായില്ല അത്. പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായില്ലേന്ന്. അത് പറ, അങ്ങനെ പറ. ഒന്ന് ആലോചിച്ച അക്ഷര നഗരിയായ കോട്ടയം പുസ്തകത്തിൽ അക്ഷരം ഈ കൊച്ചിനെ പിടിച്ചോടക്കി കൊണ്ടുപോ ഈ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ചെറിയ സംസാരം ഉണ്ടായി. അതിന് പറഞ്ഞാട്ടോ ഗീച്ചാപ്പേച്ചാണ്. അതിന് ഗീച്ചാപ്പേച്ചാന്നാണോ പറഞ്ഞത്? ചെറിയൊരു എക്കച്ചക്കൽ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊന്നും ഇത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? ഇത് സ്റ്റൈലാണ്. എഴുതി വെക്കണം. അയ്യോ, ഞാൻ എഴുതാറുണ്ട്. അതല്ല, ഇത് സ്റ്റൈലാന്ന് ഇവിടെ എഴുതി വെക്കണം. അയ്യോ, അതല്ല, ഞാൻ എഴുത്തിന്റെ ഭാഗങ്ങളായിട്ട് ഓഹോ. അമേരിക്കയിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും, ഈജിപ്തിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും, ജപ്പാനിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും. വല്ലവും വിളിച്ച് പറഞ്ഞേച്ച് അവസാനം ഇവിടുത്തെ എയറിലെ സ്റ്റൈലായിട്ട് ഇങ്ങനെ കടന്ന് കറങ്ങും. അത് ആലോചിച്ചിട്ട് വേണം. പിന്നെ ഗ്രീസിൽ പോയിട്ടുണ്ടോ? ഗ്രീസിൽ മാത്രം പോയിട്ടില്ല. പോകണ്ട. എന്നിട്ട് വേണം ഗ്രീസ് എല്ലാം കൂടെ വാരി തല വെക്കാൻ. ചെയ്യൊന്നും വേണ്ട. ഇത് ബെർഗണ്ടിയാണോ ഞാൻ അടിച്ചിരിക്കുന്നത്? ബെർഗണ്ടിയാ. ബെർഗണ്ടിയാണോ? മനസ്സിലായില്ലേ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ വാരി കെട്ടി ഇവിടെ ഒരു മുഴ പോലെ കെട്ടി വെക്കണം. എന്തിന്? അതാകുമ്പോ ബെർഗണ്ടിയാന്ന് മനസ്സിലായില്ലേലും പറങ്ങാണ്ടിയാന്നെങ്കിലും വിചാരിച്ചോളൂ. മിമിക്സ് ഗാനമേളയിലുണ്ടായിരുന്നു 2 വർഷം. ഗ്രൂമിങ് വേണം. എന്തിന്? തുപ്പലി തെറിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തായാലും ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അപ്പൊ ഇതിന്റെ കൂടെ 2 കൊമ്പൂടെ വെക്കാത്ത എന്ത്? എന്തിനാ? അതാകുമ്പോ മൂക്കേറിട്ട് കഴിഞ്ഞാൽ സിന്ധു പശുവിന്റെ കറക്റ്റ് ഫിഗർ ചെയ്യാം. ഗൂഗിളിൽ തർജ്ജമയുണ്ട്, അല്ലാതെ വേറെ മാർഗമില്ല മനസ്സിലാക്കാൻ. ഇരിക്കാം. ഇരുന്ന് സംസാരിക്കാം. ഇരിക്കാം. ഞാൻ എന്തെന്നറിയാമോ, ഞാൻ എന്തിനാ അങ്ങനെ ഇരിക്കണേ? അത് മതി. മോളുടെ വീടല്ലേ? അതെ. നമ്മുടെ അതിഥിയല്ലേ? ഇരുന്നോളൂ. അല്ല, അത് വേണ്ട, ഇത് മതി. കേറി ഇരുന്നോളൂ. ഇങ്ങനെ ഇരുന്നോളൂ. അല്ല, ഇങ്ങനെ മതി. ഇരുന്നോളൂ. കേറി ഇരുന്നോളൂ. അല്ല, ഇങ്ങനെ 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 മതി. അത് കുഴപ്പമില്ല, ഇരുന്നോളൂ. അല്ല, ഇരുന്നോളൂ. ഈ ലോഡിങ്ങിന്റെ പരിപാടി ഉണ്ടാ? മനസ്സിലായില്ല. ഒരു സൈഡിൽ നിന്ന് കയറ്റുമ്പോ അടുത്ത സൈഡിൽ നിന്ന് ഇറക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിലാണ് സങ്കടം. ദീപക് നിങ്ങളുടെ മോളെ പ്രേമത്തിലായി. അതെ. ഇവിടെ വിളിച്ചോണ്ട് വന്നു. 4 ദിവസമാണ് ഞാനും ദീപകന്റെ അച്ഛനും ആ ഇരുട്ട് മുറിയിൽ മറിയാതെ. അല്ല, അങ്ങനെ ഒന്നും അറിയത്തില്ല. പിന്നെ ഒരു ദിവസം കഴിയുമ്പോ ഇങ്ങനെ ഇറങ്ങണം. വെറുതെ ഈ 3 ദിവസം എന്തിനു കളഞ്ഞ? ഇരുട്ട് മുറിയാ. അതാ വിഷമം കൊണ്ടിരുന്നല്ലേ പറഞ്ഞ? വിഷമം കൊണ്ട് അങ്ങനെ എല്ലാവരും നമ്മുടെ അവരുടെ കൊച്ചിന്റെ വീട്ടിലും അവിടെ എല്ലാം വിഷമവും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ചെറിയ തർക്കമുണ്ട്. എന്താണ് കാര്യം? ശരി, നമ്മൾ സാധാരണക്കാരി, പക്ഷെ ഇംഗ്ലീഷ് വെച്ചുള്ള ഈ വാക്ചാവരി തന്നെ എനിക്ക് പിടിക്കത്തില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, കാര്യം ശരി. പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് ഹിന്ദി അറിയാം. ഞാൻ കുറെ നാൾ വെൽഡിങ്ങിന്റെ പണിയായിട്ട് ബോംബെയിലായിരുന്നു. ബോംബെയിൽ പോയെന്നും പറഞ്ഞൊക്കെ ഹിന്ദി പറയാൻ പറ്റും. ബോംബെ പോയാൽ ഒരാൾക്ക് ഹിന്ദി നിസ്സാരമായിട്ട് പറയാൻ പറ്റും. കുത്തേക്ക വെച്ചേ ഉച്ചക്ക് എന്തെങ്കിലും വെച്ചാ അതാ ഞാൻ പട്ടിണിയായിട്ട് ഇരിക്കണ. എനിക്കറിയാം ഹിന്ദി. ഹമാരെ രാഷ്ട്രഭാഷ ഹേ ഹൈ ഹോ ഹൗ ഹം. എല്ലാം അറിയാലോ. ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. എന്താണ്? ഒളിച്ചോട്ടവും കഴിഞ്ഞ് അവരോട് വന്നു. ഒരു സങ്കടമാണ് നമുക്ക് ഏൽപ്പിച്ചത്. എന്ത്? നിങ്ങളൊരു വ്യക്തിനെ സത്യം മനസ്സിലാക്കണം. എന്റെയും ദീപകിന്റെ അച്ഛന്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗർഭിണിയായത്. നമ്മുടെ അവിടെയൊക്കെ അങ്ങനല്ല കേട്ടാ. കാരണം ഈ കല്യാണം ഉറപ്പിക്കാൻ തന്നെ ഈ പോസ്റ്റ് ഓഫീസിൽ കൊറിയർ ആയിട്ട് വരും കൊച്ച്. അല്ല, അങ്ങനെ തന്നെ. പിന്നെ എല്ലായിടത്തും അങ്ങനെയാണ്. അതാണ് പറഞ്ഞത്, അത്രയ്ക്ക് സങ്കടം ഉണ്ടെന്ന്. ഓ, ശരി. ചായ കൊണ്ടുവരുമോ? ചായ കൊണ്ടുവരട്ടെ. ചായ കുടിച്ചിട്ടേ. ചായ കൊണ്ടുവരും. ചായ ഇറക്കി വെക്കത്തില്ല, ഞാൻ കയറ്റി വെക്കാം. അല്ല, ഇതെന്താ ഇങ്ങനെ? വീട്ടിൽ അതിഥികൾ വന്നാൽ എനിക്കൊരു ചായ പതിവ. പിന്നെ സമയം എന്തായി? 12. ഇതെന്താ ഇങ്ങനെ? എന്റെ അടുത്ത് കണ്ണൻ തിരിവ് കാണിച്ചാൽ ഇതെന്റെ ഒരു പതിവാ. മിണ്ടായിരിക്കുന്ന മിണ്ടത്തില്ല അവള്. അല്ല, എന്തെന്നറിയാമോ, അവള് ഗർഭിണിയായിട്ടിരിക്കുന്ന കൊച്ചിക്ക് ഒരുപാട് നേരം നിർത്തണ്ടെന്ന് ഓർത്ത് ഞാനും വിചാരിച്ചു നീ അങ്ങനെ. അതല്ല, ഞാൻ ഇരിക്കുമ്പോൾ അവൾ സംസാരിക്കാറില്ല. ഒരു കാര്യം ചെയ്യും, 10 മിനിറ്റ് എണ്ണിച്ചില്ലേ, ഞങ്ങൾ ചാനൽ സംസാരിക്കട്ടെ. അതല്ലെന്ന് 10 മിനിറ്റ് നിങ്ങൾക്ക് കുടുംബക്കാർക്ക് സംസാരിക്കാം, അത് കഴിഞ്ഞ് പൊക്കോളണം. ഓ, അത് ശരി. 10 മിനിറ്റ് എന്റെ തോന്നാൻ ഞാൻ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഇടും. അങ്ങനെ ഇച്ചിരി സമയം കൂടി പോയാലാ? ഞാൻ 10 മിനിറ്റേ തരുള്ളൂ, ബാക്കി ഉണ്ടെങ്കിൽ കയ്യിൽ നിട്ടോ. ഓക്കെ. എങ്ങനെ ഉണ്ട്? ഞാൻ പിടിച്ചു നിന്ന് കണ്ടാ? ഇത് റെയിൻകോട്ട് വെറുതെ ആയില്ലല്ലേ? മാമൻ എന്നെ കാണാനായിട്ട് എത്ര നാള് കൂടി ഇങ്ങോട്ട് കയറി വന്നത്? എന്നിട്ട് എന്തെങ്കിലും എനിക്ക് കൊണ്ടുപോകുന്നു? ഇങ്ങനെയാണോ വരുന്നത്? പിന്നെ ഗർഭിണിയാണെന്ന് പറഞ്ഞൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ വരാൻ പറ്റും? അങ്ങനെയാണോ മാമ പറഞ്ഞ്? ഗർഭിണിയായ ഒരു പെങ്കൊച്ചിനെ കാണാൻ വരുമ്പോഴായിരിക്കും ഞാൻ നിന്നെ കാണാൻ വരുമ്പോ ഞാൻ മാമ എന്തെങ്കിലും ഇല്ലാതെ വരും. എന്നിട്ട് അത് കൊള്ളാം. ഒന്നുമില്ലാതെ ഞാൻ വരുമെന്ന് പോലും.
ഇതെന്തൊരു കൊള്ളയെന്ന് പറ. ഉണ്ട്. എന്തുവാ? നോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉഴുന്നുപട. അയ്യോ മാമ, ഈ സമയത്ത് എനിക്ക് ഇതൊന്നും കഴിക്കാൻ വയ്യ. അല്ലല്ലോ കുഴപ്പമില്ല, കഴിക്കുമ്പോൾ നല്ലതാ ഇത്. ഇല്ല, ഇത് മൊത്തം എണ്ണയല്ലേ, കുഞ്ഞിന് കൊളസ്ട്രോൾ ഒക്കെ വരും, എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. ഇതൊക്കെ എണ്ണ പലഹാരം കഴിയും, എന്നാലേ കൊച്ചോന്മാരും മെഴാതിരിക്കത്തുള്ളൂ. നീ അങ്ങോട്ട് കഴിയും. എനിക്ക് വയ്യ, എനിക്ക് എന്റെ സ്മെല്ല് വയ്യ. എണ്ണ ഇല്ലാതെ ഞാൻ കഴിക്കായിരുന്നു. എടി എണ്ണ കുഴപ്പമില്ല കഴിക്കാൻ. എനിക്ക് വേണ്ട, എനിക്ക് പറ്റത്തില്ല സ്മെല്ല്. ഇത് എന്തോ ചെയ്യാൻ. എണ്ണ മാറ്റി തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാം. ഞാനിത് കൊണ്ടുവരികയും ചെയ്തു, അതാണ് എനിക്ക്. കഴിക്ക് ഇന്നല്ല കണ്ട്. ഇത് പോയല്ലോ. നല്ലോണം പോ. പോയി മാമ. കഴിക്കാൻ അങ്ങോട്ട്. നീ പെട്ടെന്ന് കഴിക്കാം, ഞാൻ പിതുക്കി തരാം. ഓരോ പേപ്പർ വെച്ച് ഇത് മൊത്തം കളഞ്ഞ് നമ്മളെന്താ ടെക്നിക്കാത്. കാരണം നമ്മൾ ഈ പേപ്പറിൽ വെച്ച് ഇങ്ങനെ അമ്മക്ക് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എണ്ണ പോകും. കഴിക്കാം, ഞാൻ പിതുക്കി തരാം. അല്ല, പേപ്പറിൽ വെച്ചിട്ട് ഇവിടുത്തെ അക്ഷരമൊക്കെ. അക്ഷരോ? അതെന്തോ അക്ഷരം? ഏതിനകത്തിട്ട് ഇവിടെ ഇവിടുത്തെ പേപ്പറില്ലടി. ഞാനേ അതിനകത്ത് ഇങ്ങനെ ഇത് ഏത് പേപ്പറാ മാമൻ എടുത്തത്? ഇവിടുത്തെ പേപ്പർ. അയ്യോ, ഇത് നാളെ അമ്മ പ്രകാശനം ചെയ്യാൻ വെച്ചിരുന്നതാ. പ്രകാശന് വേറെ ഇച്ചിരി പേപ്പർ കൊടു എന്നും പറഞ്ഞ് ഇതെടുക്കുന്നത്. പ്രകാശനല്ല, അമ്മയ്ക്ക് എഴുത്തും ഇതൊക്കെ ഉള്ള. നാളെ മന്ത്രിമാരെയൊക്കെ വെച്ചിട്ട് വലിയ ഫംഗ്ഷൻ വെച്ചേക്കും ഇത് പ്രകാശനം ചെയ്യാൻ. എന്റെ ദൈവമേ, അവര് വന്ന അവര് ഭയങ്കര കർക്കശക്കാരിയാ. ഞാനാണ് ഇവിടെ ജീവിക്കേണ്ടത്. മാമന് ഒറ്റയെടുത്ത കാരണം വരണ്ടായിരുന്നു ആരും ഇങ്ങോട്ട്. അങ്ങനൊന്നും പറയല. ഞാനിപ്പോ എന്തോ ചെയ്യാൻ? മമ്മ ഇങ്ങോട്ട് കയറി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയും മാമ? നാളെ 4 മണിക്ക് തന്നെ സംസാരിച്ച് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഓരോന്നും സംസാരിച്ച് ഇങ്ങനെ മോളോട് സങ്കടപരമായി എന്തെങ്കിലും പറഞ്ഞു കാണും, കരയുന്നു. കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കാര്യങ്ങളൊക്കെ സുഖമായിരിക്കുന്നല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ, പോണില്ലേ? കുറവില്ല. നമുക്ക് എന്തെന്നറിയാമോ, എനിക്ക് ഒരു കുറവും അവള് വരുത്തിയില്ലെന്നുള്ളത്. അതെ. പക്ഷെ എന്തെങ്കിലും കുറവുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തോ. എനിക്കെന്ത് കുറവ്? സമൂഹത്തിൽ നമുക്കൊന്നും കുറവായിട്ടില്ല. എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ ആ ഉണ്ടായതിൽ എന്തെങ്കിലും പോയാൽ തന്നെ അതൊരു കുറവല്ല. നമുക്കെല്ലാം ഉണ്ടല്ലോ. അതാണ് നമ്മൾ കൊള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ മനസാക്ഷി എന്ന് പറയുന്നത്. നമ്മൾ കുറെ കൂട്ടി വെക്കും, ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് പോകും. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതാണ് അതിന്റെ കാര്യം. അതാണ്. പിന്നെ കട വേണം. എന്റെ കലാജീവിതം ഇതാണ് എന്റെ കറക്റ്റ് രൂപം. ഇനി അത് വിടാം, കേസ് വിടാം. അതെന്താറിയാമോ, ഞാൻ നിങ്ങളുടെ പേരക്കുട്ടിക്ക് വേണ്ടി ചെയ്ത ഞാൻ ചെയ്ത. നാളെ 10 പേരുടെ മുമ്പിൽ കാണിക്കുന്ന കവിത എന്റെ കവിത. കൊച്ചിന് കൊളസ്ട്രോൾ എണ്ണ പ്രകാരം തിന്നാൻ വരുമെന്ന് പറയുമ്പോൾ അപ്പൊ കൊച്ചിന് കൊളസ്ട്രോൾ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നത്. പരിപാടിയാണ് കാണിച്ച നാളെ മന്ത്രിമാരും MLA-മാരും വരുന്നതല്ലേ. ഇത് വെറും പുസ്തകമല്ല, നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി എഴുതി വെച്ചൊരു പുസ്തകമാണ്. സത്യങ്ങൾ തുറന്നു പറയട്ടെ എന്നുള്ള എന്റെ പുസ്തകം. അല്ല, ഇത് മന്ത്രിമാര് വരുമ്പോൾ കറക്റ്റ് 4 മണിക്ക് അങ്ങനെ പ്രകാശനം ഉണ്ടോ? ഉണ്ട്, 4 മണിക്ക് പ്രകാശനം. ഞാൻ പേടിക്കണ്ട, എഴുതാനുള്ള സമയം കിട്ടും. ഏതെങ്കിലും മന്ത്രിമാർ ഇതുവരെ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ? എനിക്ക് നമുക്ക് സമയം കിട്ടും. ഞാനിനി എന്ത് ചെയ്യും? തുന്നിയിട്ടിരിക്കുന്നത് എന്റെ ജീവിതം. അല്ല, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ യാത്ര ചെയ്തിട്ടൊക്കെ എഴുതി വെച്ച ഈ പേപ്പറാന്നുള്ള എന്നോടൊരു വാക്ക് പറഞ്ഞത്. വല്ലതും എടുത്ത് കൊടുക്കുമ്പോ ആലോചിക്കണോ, ചിന്തിച്ചിട്ട് ചെയ്യണം. ഇങ്ങനെയുള്ളവരെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്നെയാണ് പറയുന്നത്. ഈ റെയിൻകോട്ട് പിടിയടി. ഞാൻ ഇതൊന്ന് നോക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്തു തരാം. നമ്മുടെ ഒരു കയ്യബദ്ധം വന്നു പോയില്ല, അതാ ഞാൻ. അല്ല, ഇവര് കഷ്ടം എന്റെ തെറ്റാ. എത്രയോ രാജ്യങ്ങൾ അവർ സഞ്ചരിച്ചിട്ട് അതിന്റെ എഴുതി വെച്ചിരിക്കുക. അവർ ഇത്രയും യാത്ര ചെയ്ത പൈസ എന്തോരം ചെലവായി. അപ്പൊ ഞാൻ തന്നെ മോളെ എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ വായിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞാൻ ചെയ്തു തരും. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മൗറേഷ്യയിലാണ്. അവിടെ ഭീമാകാരമായ ഒരു മതിൽ കാണാം. അതിന്റെ ചുറ്റും കുറെ സ്ത്രീകൾ നിൽക്കുന്നു. എന്റെ കൂടെ ഒരു ഈജിപ്തുകാരനുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ ക്യാമറ ചലിപ്പിക്കുന്നത്. അത് ശരി, സവാരി ചാനൽ കണ്ടിട്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മൊത്തം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണം. നീ കള്ളത്തരം പറഞ്ഞു. ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നോവലിലും പറഞ്ഞത് സത്യങ്ങൾ തുറന്നു പറയുന്നു. പക്ഷേ എന്നോട് ഇനി സത്യം തുറന്നു പറയണ്ട. ഞാൻ ചാനലുകാരെ വിളിക്കും, അവരോട് അങ്ങ് സത്യം തുറന്നു പറഞ്ഞാൽ അവര് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ അവർക്കും മനസ്സിലായില്ല. പക്ഷേ സിറ്റുവേഷൻ ആപ്റ്റാണ്. ഓടി സിറ്റി പശു.